നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തി ED. കേസിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിന്റെ ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടിലും പരിശോധന. മാലിന്യ നിക്ഷേപകർക്കെതിരെ കർശന നടപടിയുമായി മാന്നാർ പഞ്ചായത്ത്. നടപടി റോഡുകളുടെ വശങ്ങളിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നതായുള്ള പരാതികളെ തുടർന്ന്. സംസ്ഥാനത്ത് റെക്കോർഡുകൾ തകർത്ത സ്വർണ്ണവില. ഗ്രാമിന് 13,800-ലും പവന് 1,10,400-ലും എത്തി. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തി ED. കേസിലെ രണ്ടാം പ്രതിയായ മുരാരി ബാബുവിന്റെ ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം പരിശോധനകൾ നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിന്റെ ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തി. കേസിലെ പ്രതികളായ എല്ലാവരുടെയും വീട്ടിൽ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു. 5 ഉദ്യോഗസ്ഥരാണ് മുരാരി ബാബുവിന്റെ വീട്ടിൽ പരിശോധനകൾക്കായി എത്തിയത്. ചങ്ങനാശ്ശേരിയിലെ ഈ വീട്ടിൽ SIT സംഘവും പരിശോധനകൾ ഇതിനു മുമ്പ് നടത്തിയിരുന്നു. വഴിയോരങ്ങളിലും മറ്റും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി മാന്നാർ പഞ്ചായത്ത്. മാന്നാർ പഞ്ചായത്തിന്റെ പ്രധാന റോഡുകളുടെയും ഇടവഴികളുടെയും ഓരങ്ങളിൽ മാലിന്യ നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതായുള്ള പരാതികൾ ഏറിയതോടെയാണ് കർശന നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് പഞ്ചായത്ത് തീരുമാനിച്ചത്. നടപടികൾ എടുക്കുന്നതിന്റെ ഭാഗമായി മാലിന്യ നിക്ഷേപ റോഡുകൾ പ്രസിഡന്റ് BK പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ച് പരിശോധനകൾ നടത്തി. വൈസ് പ്രസിഡന്റ് ലത PA, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ S ചന്ദ്രകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തിനി S എന്നിവരുൾപ്പെട്ട സംഘമാണ് മാലിന്യ നിക്ഷേപ ഇടങ്ങൾ സന്ദർശിച്ചത്. പല പ്രാവശ്യം കഴിഞ്ഞ ഭരണസമിതിയിലും ഈ പ്രദേശം JCB അടക്കം വിളിച്ച് തൊഴിലാളികളെ നിർത്തി വൃത്തിയാക്കുകയും പിന്നീട് ഇതൊരു നിർദ്ദേശമായി തന്നെ കൊടുക്കുകയും പല പ്രാവശ്യം ഇതിനെതിരെ ഒരുപാട് ബോധവൽക്കരണവും എല്ലാം ചെയ്തതാണ്. എന്നിട്ടും ജനങ്ങൾ ഇത്രത്തോളം അധപ്പതിക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഒരു പ്രദേശത്തെ മൂക്കുപൊത്താതെ ആ സ്ഥലത്തൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ തോടുകളും കുളങ്ങളും എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം മനഃപൂർവ്വമായി നമ്മുടെ കിറ്റുകളിൽ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ ഇടുന്ന ഈ പ്രവണത അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഒരു ബോധവൽക്കരണവും അതുപോലെ തന്നെ ശിക്ഷാ നടപടികളിലേക്ക് വരിക. മാന്നാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് തെക്കോട്ടുള്ള റോഡിൽ ടർഫ് കോർട്ടിന് സമീപം റോഡിന്റെ ഇരുവശങ്ങളിലും സമീപത്തെ തോട്ടിലും പ്ലാസ്റ്റിക്, ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വൻതോതിൽ നിക്ഷേപിച്ചിരിക്കുന്നതായി കണ്ടെത്തി. ക്യാമറ സ്ഥാപിക്കുവാൻ നടപടിയെടുക്കുമെന്നും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കണ്ടെത്തുവാൻ പൊതുജന പങ്കാളിത്തത്തോടെ ശക്തമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഏറെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ബോധരഹിതമായി ചെയ്യുന്നു എന്നുള്ള അഭിപ്രായം ഗ്രാമപഞ്ചായത്തിനില്ല. ഗ്രാമപഞ്ചായത്ത് മാലിന്യം വലിച്ചെറിയരുത്, അതിന് പിഴയുണ്ടാകുമെന്നുള്ള ബോർഡ് വെച്ചു. ആ ബോർഡിന്റെ കീഴിലാണ് ഏറ്റവും കൂടുതൽ മാലിന്യം കൊണ്ട് തള്ളിയിരിക്കുന്നത്. കേരളം ഒരു സുന്ദര ഗ്രാമമായി തീരുവാൻ വലിച്ചെറിയല് അപകടമാണ് എന്നുള്ള എല്ലാ ബോധപൂർവമായിട്ടുള്ള ഇടപെടലും നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കി മാലിന്യമുക്തമായ കേരളമായി മാറുന്ന ഈ കേരളത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്ന നിലയിലേക്ക് ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രവൃത്തി അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ട് സൂചിപ്പിക്കുവാനുള്ളത്. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. 1,10,400 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 13,800 രൂപയിലും എത്തി. ഇന്നലെ 2 തവണകളിലായി 1,800 രൂപയാണ് വർദ്ധിച്ചത്. തിങ്കളാഴ്ച രാവിലെ 1,400 രൂപ വർദ്ധിച്ചതോടെ സർവ്വകാല റെക്കോർഡിട്ട സ്വർണ്ണവില റെക്കോർഡുകൾ തിരുത്തി കുതിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. 14 രേഖപ്പെടുത്തിയ 1,05,600 എന്ന റെക്കോർഡാണ് ഇന്നലെ തിരുത്തിയത്. ഡിസംബർ 23-നാണ് സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് വില ഇപ്പോഴും ഉയർന്നു നിൽക്കുവാൻ കാരണം. വെള്ളി വിലയും പുതിയ ഉയരത്തിലാണ്. ഇന്ന് കിലോഗ്രാമിന് 12,000 രൂപയാണ് വർദ്ധിച്ചത്.
3,30,000 രൂപയാണ് 1 കിലോ വെള്ളിയുടെ വില. ഗ്രാമിന് 12 രൂപ വർദ്ധിച്ച് 330 രൂപയായി. ശബരിമല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് മാളികപ്പുറം മണിമണ്ഡപത്തിന് മുന്നിൽ തിങ്കളാഴ്ച ഗുരുതി നടന്നു. ഹരിവരാസനം ചൊല്ലി സന്നിധാനം നട അടച്ച ശേഷം പന്തളം രാജപ്രതിനിധി പുണർദം നാരായണ വർമ്മയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. മണിമണ്ഡപത്തിന് മുന്നിൽ വാഴപ്പോളയും കുരുത്തോലയും ഉപയോഗിച്ച് 64 കണ്ണങ്ങളുള്ള 5 കളം തീർത്ത് നടുവിൽ പന്തം കൊളുത്തി നിലവിളക്ക്, പൂക്കുല, പൂമാല എന്നിവ കൊണ്ട് അലങ്കരിച്ചു. സന്ധ്യയ്ക്ക് സന്നിധാനത്തേക്ക് മടങ്ങിയ രാജപ്രതിനിധി ഹരിവരാസനത്തിന് ശേഷം തിരിച്ചെത്തിയതിന് പിന്നാലെയായിരുന്നു ചടങ്ങുകൾ. മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും കുഴച്ചുണ്ടാക്കിയ ചുവന്ന നിണം തർപ്പണം ചെയ്ത് കുമ്പളങ്ങ വെട്ടി പ്രസാദം ഭക്തർക്ക് വിതരണം ചെയ്തു. ഗുരുതിക്ക് മുമ്പായി മാളികപ്പുറം നടയടച്ച് മേൽശാന്തിയും സന്നിധാനത്തേക്ക് മടങ്ങിയിരുന്നു. രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ കർമ്മികൾ മണിമണ്ഡപം പൂട്ടി താക്കോൽ ദേവസ്വം അധികൃതർക്ക് കൈമാറി. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് 6 ദിവസം മാത്രമാണ് മണിമണ്ഡപം തുറന്നത്. റാന്നി കുന്നക്കാട്ട് കുടുംബക്കാരായ രതീഷ് അയ്യപ്പക്കുറുപ്പ്, അജിത് ജനാർദ്ദനക്കുറുപ്പ്, ജയകുമാർ ജനാർദ്ദനക്കുറുപ്പ് എന്നിവർ ഗുരുതിക്ക് നേതൃത്വം നൽകി. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിലെ CDSന് 1.69 കോടി രൂപ വായ്പ നൽകി. എച്ച് സലാം MLA വായ്പയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 14 ഗ്രൂപ്പുകളിലെ 165 അംഗങ്ങൾക്കാണ് വായ്പ നൽകിയത്. 4.60 കോടിയോളം രൂപ വിതരണം ചെയ്തതിന് പുറമെയാണ് ഇപ്പോൾ 1.69 കോടി രൂപ കൂടി അനുവദിച്ച് വിതരണം ചെയ്തത്. ഇന്നിപ്പോൾ വിതരണം ചെയ്യുന്ന പണം 1,69 ലക്ഷം രൂപ, ഏതാണ്ടൊരു 6,28 ലക്ഷം രൂപയോളം, 29 ലക്ഷം രൂപയോളം നമ്മുടെ പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്കായിട്ട് പിന്നോക്ക വികസന കോർപ്പറേഷൻ മാത്രം വായ്പ തന്നിട്ടുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്ത് മാത്രമല്ല, നമ്മുടെ നിയോജക മണ്ഡലത്തിലെ 5 ഗ്രാമപഞ്ചായത്തുകൾക്കും CDSന്റെ അപേക്ഷ അനുസരിച്ച് CDS പറയുമ്പോൾ MLA നിലയ്ക്ക് ഞാനും ചെയർമാനുമായി സംസാരിക്കുന്ന സമയത്ത് ഒരു ചെറിയ പ്രയാസം പോലും പറയാതെ അത് കൃത്യമായി നമുക്ക് വായ്പ അനുവദിച്ച് തരുന്ന കാര്യത്തിൽ വളരെയേറെ താല്പര്യമാണ് ബോർഡിന്റെ കോർപ്പറേഷന്റെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ K. പ്രസാദ് നമ്മോട് കാണിച്ചിട്ടുള്ളത്. ഞങ്ങളോട് കാണിക്കുന്ന ആ ഒരു സഹകരണത്തിന് നമ്മുടെ നാടിന് വേണ്ടി ഹൃദയം നിറഞ്ഞ നന്ദി പ്രിയപ്പെട്ട ചെയർമാനോട് രേഖപ്പെടുത്തുകയാണ്. അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K. പ്രസാദ് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് K. കവിത, സ്ഥിരം സമിതി അധ്യക്ഷ K. ശ്യാമള, അംഗങ്ങളായ ശ്രീജ രതീഷ്, ഹരികൃഷ്ണൻ, K. മനോജ് കുമാർ, ശ്രീലേഖ, സിന്ധു മനോജ്, സ്നേജിത രതീഷ്, കോർപ്പറേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ VP അലോഷ്യസ്, CDS അംഗം സ്മിത, CDS ചെയർപേഴ്സൺ രാധ ഓമനക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയുള്ള വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. മാന്നാർ കൃഷിഭവന്റെ പരിധിയിൽപ്പെടുന്ന കുട്ടിശ്ശേരി വില്ലേജിലെ വിവിധ പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ തീരുമാനം. കൃഷി വിളവെടുപ്പ് സമയം കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി പഞ്ചായത്തിന്റെ ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ച് വിവിധ വർക്കുകൾ ചെയ്യുവാനാണ് തീരുമാനിച്ചത്. മാന്നാർ കൊടുവള്ളാരി AB ബ്ലോക്ക് പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന ഇലുമ്പനം തോടിന്റെ കൈവഴിയുടെ ആഴം കൂട്ടി ബണ്ട് ബലപ്പെടുത്തുന്നതിനായി പാടശേഖര സമിതിയുടെ ആവശ്യപ്രകാരം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ്, വൈസ് പ്രസിഡന്റ് ലത PA, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടൈറ്റസ് P. കുര്യൻ, കൃഷി ഓഫീസർ ഹരികുമാർ PC, എഞ്ചിനീയർ ദിവ്യശ്രീ കുരുട്ടിശ്ശേരി, സംയുക്ത പാടശേഖര സെക്രട്ടറി ഗിരീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പാടശേഖരം സന്ദർശിച്ച് സ്ഥിതികൾ വിലയിരുത്തി. അടിയന്തരമായി പാടശേഖര സമിതി ഭാരവാഹികളുടെ യോഗം വിളിച്ച് ചർച്ച ചെയ്ത പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ് അറിയിച്ചു. പരാതിയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ച്, അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് മനസ്സിലായി പഞ്ചായത്ത് ഭരണസമിതിക്ക്. അടുത്ത ദിവസം തന്നെ ഈ പ്രദേശത്തെ പാടശേഖര സമിതിയുടെ മൊത്തമായിട്ടുള്ള മീറ്റിംഗ് വിളിക്കുകയാണ്. വിളിച്ചതിന് ശേഷം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടി അധീനതയിലുള്ള തോടിന്റെ സൈഡാണിത്. അപ്പോൾ അവരുടെ അനുവാദവും കൂടി, അതിനു വേണ്ടുന്ന നിർദ്ദേശം കൂടി മേടിച്ചതിന് ശേഷം എന്തായാലും എല്ലാവരുടെയും കൂടി സമ്മതത്തോടു കൂടി സമയബന്ധിതമായി കൃഷി നടപ്പാക്കുവാനും കൃഷിക്ക് മറ്റ് യാതൊരുവിധ ബുദ്ധിമുട്ടും വരാതെ കർഷകർക്ക് കൃഷിനിലം പാഴായിടാതെ മുഴുവൻ സ്ഥലത്തും കൃഷി ഇറക്കി അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്
പഞ്ചായത്ത് ഭരണസമിതി ഒരു ഊർജ്ജസ്വലതയോടുകൂടിയുള്ള ഇടപെടൽ നടത്താനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. എന്തായാലും പാടശേഖര സമിതിയുടെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കൃഷി ഓഫീസറും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തുമായിട്ട് ആലോചിച്ച് പരിപൂർണമായി കർഷകരെ സഹായിക്കുവാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കൃഷി നല്ല നിലയിൽ പോകുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കൃഷി ഓഫീസറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ് മാന്നാർ ഗ്രാമപഞ്ചായത്തിലുള്ളത്. അതുകൂടി കർഷകർക്ക് ഗുണപ്രദമാകുന്ന രൂപത്തിലേക്ക് വിനിയോഗിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കുടുംബശ്രീ ബാലസഭാംഗങ്ങളുടെ ലിയോറ ഇന്നൊവേഷൻ കോൺക്ലേവ് എറണാകുളം കളമശ്ശേരി സ്റ്റാർട്ടപ്പ് മിഷൻ ക്യാമ്പസിൽ നടന്നു. 17-18 തീയതികളിലായിരുന്നു കോൺക്ലേവ് സംഘടിപ്പിച്ചത്. Good morning to all. I am Arjun Ashok from Alpura representing Vijnanam Bal Sabha. Friends, do you think why Kerala students back in agriculture? Do you know? Yes, correct answer. There were no interest or there were no knowledge in agriculture. So I introduced my website, Students Agriculture website. That's name means Arjun's Agri Care. And my main objective of my website are, the first one is to offer agriculture training classes. In a week, one day, we give agriculture educational classes through this website. 150 കുട്ടികൾ വിവിധ വിഷയങ്ങളിൽ തങ്ങളുടെ നവീന ആശയങ്ങൾ അവതരിപ്പിച്ചു. ഇതിൽ 35ഓളം കുട്ടികൾ മെയിൻ സ്റ്റേജിലാണ് അവരുടെ ആശയങ്ങൾ അവതരിപ്പിച്ചത്. ആലപ്പുഴ കുട്ടനാട്ടിൽ നിന്നും അർജുൻ അശോക് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന കാർഷിക വെബ്സൈറ്റ് എന്ന ആശയം അവതരിപ്പിച്ചു. കേരളത്തിലെ വിദ്യാർത്ഥികളെ കൃഷിയിൽ കൂടുതൽ താല്പര്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് വെബ്സൈറ്റ് ആരംഭിച്ചിരിക്കുന്നത്. പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്ന തരത്തിലാണ് സംരംഭം. കേരളത്തിലെ കാർഷിക മേഖലയെ ഇത് വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കുമെന്നാണ് പ്രതീക്ഷ. വിദ്യാർത്ഥികൾക്കും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കാർഷിക ക്ലാസുകൾ നൽകുക, കർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക, ഗുണമേന്മയുള്ള വിത്തുകൾ നൽകുക എന്നിവയാണ് വെബ്സൈറ്റിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 35ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 14 മുതൽ 16 വരെ കോട്ടയത്ത് നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി ഭവനരഹിതമായ ഒരു കുട്ടിക്ക് വീട് വെച്ച് നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വീടിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി സംഘടനകളും പ്രസ്ഥാനങ്ങളും ഗവൺമെന്റും എല്ലാം ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ടാണ് സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും സുപ്രധാനമായ തീരുമാനമെടുത്തത്. ഭവനരഹിതരായിട്ടുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ചും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചവർക്ക്, മികവ് തെളിയിച്ചവർക്ക്, ഭവനമില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഗവൺമെന്റും മന്ത്രിയുമെല്ലാം ആവശ്യപ്പെട്ടപ്പോൾ KSTA ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ഈ സമ്മേളന കാലയളവിൽ 50ഓളം വീടുകൾ നിർമ്മിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള തീരുമാനമെടുത്ത്. അത് പുറത്തുനിന്നും പൈസ സമാഹരിച്ചുകൊണ്ടല്ല, അധ്യാപകരുടെ സമ്മേളനത്തിൽ അവർ സമാഹരിച്ച പൈസ കൊണ്ടാണ് 50 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത്. KSTA സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 14 മുതൽ 16 വരെ കോട്ടയത്താണ് നടക്കുന്നത്. സമ്മേളനത്തോടനുബന്ധിച്ച് സംസ്ഥാന കായികമേളയിൽ മികവാർന്ന നേട്ടം കൈവരിച്ച കുട്ടികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അഭ്യർത്ഥനയെ മാനിച്ചാണ് ഭവന നിർമ്മാണം നടക്കുന്നത്. കോട്ടയം മൗണ്ട് കാർമൽ വിദ്യാർത്ഥിനിയും റോളർ സ്കേറ്റിംഗിൽ സംസ്ഥാന കായികമേളയിൽ സ്വർണ്ണ മെഡൽ ജേതാവുമായ വിദ്യാർത്ഥിക്കാണ് KSTA വീട് നിർമ്മിച്ചു നൽകുന്നത്. ജനുവരി 21 ഉച്ചയ്ക്ക് 2 മണിക്ക് വീടിന്റെ നിർമ്മാണ ശിലാസ്ഥാപന കർമ്മം കുറുമ്പനാടത്ത് മന്ത്രി നിർവഹിക്കും. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA, സംസ്ഥാന ജനറൽ സെക്രട്ടറി TKA ഷാഫി, സംസ്ഥാന പ്രസിഡന്റ് D സുധീഷ്, സ്വാഗത സംഘം ചെയർമാൻ KD സുഗതൻ, വാർഡ് മെമ്പർ സോബി ജേക്കബ് തുടങ്ങിയവർ സംസാരിക്കും. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ KV അനീഷ് ലാൽ, KJ പ്രസാദ്, ജില്ലാ സെക്രട്ടറി T രാജേഷ്, സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി ബിനു എബ്രഹാം, ജെയിംസ് വർഗീസ്, GB ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകും. കുട്ടിക്കൊരു വീട് പദ്ധതി പ്രകാരം സംസ്ഥാനത്താകെ 150 വീടുകളാണ് KSTA നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. മഹാത്മാഗാന്ധിയുടെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ഹരിജൻ ഫണ്ട് ഏറ്റുവാങ്ങുവാൻ 1934 ജനുവരി 18 ആലപ്പുഴ കിടങ്ങാൻപറമ്പ് സന്ദർശിച്ചതിന്റെ സ്മരണ ഗാന്ധിയൻ ദർശനവേദി, കേരള സർവോദയ മണ്ഡലം, കേരള മിത്ര മണ്ഡലം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ആലപ്പുഴ കിടങ്ങാൻപറമ്പ് ക്ഷേത്ര മൈതാനത്തോട് ചേർന്ന് നടത്തിയ സമ്മേളനം അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A സീന ഉദ്ഘാടനം ചെയ്തു.
ഗാന്ധിയൻ ദർശനവേദി ചെയർമാൻ ബേബി പാറക്കാടൻ അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധിയുടെ കിടങ്ങാമ്പറമ്പ് സന്ദർശനത്തിന്റെ ഓർമ്മ നിലനിർത്തുവാൻ ഉചിതമായ സ്മാരകം നിർമ്മിക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം സമർപ്പിക്കുന്നതിനും തീരുമാനിച്ചു. അറിയിപ്പുകൾ. അഗ്നിപഥ് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള അഗ്നിവീർ വായുസേനയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ഫെബ്രുവരി 1 രാത്രി 11 മണി വരെ ഓൺലൈനായി അപേക്ഷിക്കാം. 2026 ജനുവരി 1 മുതൽ 2029 ജൂലൈ 1 വരെയുള്ള തീയതികളിൽ ജനിച്ച യോഗ്യരും അവിവാഹിതരുമായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. യോഗ്യതകൾക്കും വിശദവിവരങ്ങൾക്കും വേണ്ടി ia freerecruitment.edcil.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കായംകുളം ഗവൺമെന്റ് ITIയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലെ ഒരു ഒഴിവിലേക്ക് ഓപ്പൺ വിഭാഗത്തിൽ നിന്നും ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം നടത്തുന്നു. യോഗ്യത കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിൽ NTCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ NACയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 3 വർഷത്തെ ഡിപ്ലോമ UGC അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള PGDCA എന്നിവയാണ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി 24 ശനിയാഴ്ച രാവിലെ 11 അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് കായംകുളം ഗവൺമെന്റ് ITI പ്രിൻസിപ്പൽ മുമ്പാകെ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും ആധാർ കാർഡും അവയിൽ പകർപ്പുമായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0479442900 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ITI ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ +2 ഡിഗ്രി യോഗ്യതകളുള്ളവർക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇന്റർനാഷണൽ ഡിപ്ലോമ കോഴ്സിലേക്ക് പ്രവേശനം തുടങ്ങി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. ഫോൺ 7907853246. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 13,800 രൂപ, പവന് 1,10,400 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തി ED. കേസിലെ 2ാം പ്രതി മുരാരി ബാബുവിന്റെ ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടിലും പരിശോധന. മാലിന്യ നിക്ഷേപകർക്കെതിരെ കർശന നടപടിയുമായി മാന്നാർ പഞ്ചായത്ത്. നടപടി റോഡുകളുടെ വശങ്ങളിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നതായുള്ള പരാതികളെ തുടർന്ന്. സംസ്ഥാനത്ത് റെക്കോർഡുകൾ തകർത്ത സ്വർണ്ണവില. ഗ്രാമിന് 13,800-ലും പവന് 1,10,400-ലും എത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.